പ്രാർത്ഥനയാണ്. ഇസ്രായേലിന്റെ മൊത്തത്തിലുള്ള സഭയുടെ പ്രാർത്ഥനയല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ഇത്തരം ആത്മീയ ജീവിതത്തിൽ ഇത്തരം ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകണം. ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യും? നീതി വെളിപ്പെടുത്തും. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ താലന്ത്, എനിക്ക് തന്നിരിക്കുന്ന ഈ കഴിവ് ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യും? കൊടുക്കും. എന്നാൽ അങ്ങനെ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? നീ അനുഗ്രഹിക്കപ്പെടും, നീ വർദ്ധിച്ചു വരും, നിന്റെ കുടുംബത്തിൽ എന്തുണ്ടാകും? വർദ്ധനവുണ്ടാകും, നിന്റെ തലമുറ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവൻ യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരുന്നത് കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 രാവും പകലും വീണ് കിടന്നു. സ്തോത്രം. അവൻ ഒറ്റയ്ക്കാണ് ഉപവസിച്ചത്, ഒറ്റയ്ക്കാണ് പ്രാർത്ഥിച്ചത്. മോശ ആർക്ക് വേണ്ടി? തന്റെ ജനത്തിന് വേണ്ടി. ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്തായിരിക്കണം? കൂടി വരുന്ന ജനത്തിന്റെ വിടുതലിന് വേണ്ടി, ആത്മീയ ഉദ്ധാരണത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ദൈവത്തിന്റെ സഭയാണെങ്കിൽ ആ ദൈവസഭയിൽ എന്ത് നടക്കണം? ഉപവാസവും പ്രാർത്ഥനയും നടക്കണം. അപ്പൊ ആ വ്യക്തിപരമായി മോശ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് ദൈവം എന്ത് ചെയ്തു? മറുപടി കിട്ടിയോ? കിട്ടി. ദൈവം ആ ജനത്തെ നശിപ്പിച്ചില്ല, ദൈവം ആ ജനത്തോട് ക്ഷമിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇവിടെ പ്രാർത്ഥിക്കുവാൻ ഒരു ടീമില്ല, ഉപവസിക്കുവാൻ ഒരു ടീമില്ല. പിന്നെയോ മോശ തന്റെ ജനത്തിന് വേണ്ടി, താൻ മുഖാന്തരം ദൈവം വിളിച്ചു കൊണ്ടുവന്ന ജനത്തിന്റെ വിടുതലിന് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി, അവന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടി മോശ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിച്ചുകൂട്ടി. ആ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും എന്തുണ്ടായി? ഒരു വിടുതലുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ദീർഘസമയത്ത് ഉപവാസവും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങാമെങ്കിൽ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ദർശിച്ചിട്ടില്ലാത്ത വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണും. പലരുടെയും കുടുംബങ്ങളിൽ, തലമുറകളിൽ അധികം വേണ്ടും വണ്ണം വിടുതൽ കാണാത്തത്, നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാത്തതിന്റെ പ്രധാന കാരണം എന്താണ്? അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു പിതാവ്, അല്ലെങ്കിൽ ഒരു മാതാവ്, അല്ലെങ്കിൽ മക്കൾ ഒരുമിച്ച് ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹത്തെയും നന്മകളെയും തടഞ്ഞു വെച്ചിരിക്കുന്ന പൈശാചിക ശക്തികൾ ഇളകുന്നത്. നമ്മളെ ഒരു പ്രത്യേക തരത്തിൽ തണുപ്പിലിട്ടിട്ട് ഉപവസിക്കാതെ സാധാ വിശ്വാസികളാക്കി, ഞായറാഴ്ച മാത്രം ആരാധനയ്ക്ക് പോകുന്നവരാക്കി, അങ്ങനെ വീട്ടിൽ വല്ലപ്പോഴും പ്രാർത്ഥിച്ചെങ്കിലാക്കി എന്നുള്ള നിലവാരത്തിൽ കൊണ്ടുപോയി നമ്മെ തണുത്തുറഞ്ഞ ഒരു ഐസ് പോലെ ആക്കി വെച്ചിരിക്കുന്നത് ആരാണ്? പിശാചാണ്. എന്നാൽ ചൂട് തട്ടുമ്പോൾ ഈ അണലി പൗലോസ് പുറക്കിയിട്ട നിറയിൽ നിന്ന് ചൂട് തട്ടി അണലി പുറത്ത് വന്നതുപോലെ ഒരു ഭവനത്തിന്റെ ഉള്ളറകളിൽ തണുപ്പിച്ച് ആത്മീയ തണുപ്പ് വരുത്തി അവൻ വിടുതലില്ലാതെ ആക്കിയിരിക്കുന്ന അവസ്ഥയ്ക്ക് വ്യതിയാനം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഉപവാസത്തിലൂടെ ഭവനത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ പൈശാചിക ശക്തികൾ എന്ത് ചെയ്യും? ആ ഭവനത്തിൽ നിന്ന് അകലുവാനിടയായി തീരും. ദൈവ സാന്നിധ്യം അവിടേക്ക് കടന്നു വരും. ദൈവ സാന്നിധ്യം കടന്നു വരുമ്പോൾ പൈശാചിക ശക്തികൾ വാലും ചുരുട്ടി ഓടി ഒളിക്കും. സ്തോത്രം. ആ ഉപവാസത്തിൽ എന്താണ്? ആ ഉപവാസത്തിൽ പ്രാർത്ഥന നടക്കും, ആ ഉപവാസത്തിൽ ആരാധന നടക്കും, ആ ഉപവാസത്തില് വചന ശുശ്രൂഷ നടക്കും. ഇതിന്റെ ഒന്നിന്റെയും മുൻപിൽ ആർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല? ആരാധനയുടെ മുമ്പിൽ പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. സ്തുതിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല, ഉപവാസത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല, വചനത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. എന്ത് നടക്കും? ആ ഭവനത്തില് വിടുതൽ നടക്കും. ആ സഭയിൽ എന്ത് നടക്കും? വിടുതൽ നടക്കും. ആ കുടുംബത്തിൽ എന്ത് നടക്കും? വലിയ വിടുതൽ നടക്കും. സ്തോത്രം. നമ്മൾ തീരുമാനം എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? നാമം എന്ന ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ വ്യക്തിപരമായിരുന്ന പ്രാർത്ഥിക്കാൻ നാം സമയം കണ്ടെത്തണം. നമ്മൾ വേണ്ടുമെന്ന ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായെങ്കിൽ മാത്രമേ
നമ്മുടെ തലമുറകളുടെ മേൽ പിശാചിന്റെ നോട്ടം മാറ്റിക്കളയുവാൻ അവയെ സ്തോത്രം തലമുറകളുടെ മേൽ ദൈവം പകരുന്ന അനുഗ്രഹം താരിയായി നിൽക്കുവാൻ പറ്റുന്ന നിലകളിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. സ്തോത്രം. 1 ശമൂവേൽ 15:10-11 വാക്യം ഒന്നുകൂടെ വായിക്കും. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായത് എന്തെന്നാൽ ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ആമേൻ. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതിങ്കൽ ശമൂവേലിന് ദർശനമായി. അപ്പോൾ എന്ത് ചെയ്തു ശമൂവേല്? അവൻ രാത്രി മുഴുവൻ യഹോവയോട് നിലവിളിച്ചു. വ്യക്തിപരമായ പ്രാർത്ഥന. എന്താ? നമ്മളെ കുറിച്ച് അപമാനം പറയുമ്പോൾ, നമ്മളെ കുറിച്ച് ആമേൻ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ, നാം ചെയ്യാത്ത തെറ്റിന് വിധിക്കപ്പെടുമ്പോൾ, നാം എന്ത് ചെയ്യും? വ്യക്തിപരമായി നമ്മുടെ മുറിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് കരയും. ആ കണ്ണിയിൽ നിന്നുണ്ട് ഭയങ്കര വിലയാണ്. ആ പ്രാർത്ഥനയ്ക്ക് എന്താണ്? ഭയങ്കര വിലയാണ്. താൻ സ്നേഹിച്ച ആമേൻ ശൗലിന്റെ മേൽ ആമേൻ ദൈവത്തിന്റെ ന്യായവിധി ഇപ്രകാരം വരുമെന്നറിഞ്ഞപ്പോൾ അതിനുവേണ്ടി ആമേൻ ശമൂവേൽ എന്ത് ചെയ്യാണ്? ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിച്ച് താൻ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ഇസ്രായേലിന്റെ മൊത്തത്തിലുള്ള സഭയുടെ പ്രാർത്ഥനയല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ഇത്തരം ആത്മീയ ജീവിതത്തിൽ ഇത്തരം ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകണം. ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യും? നീതി വെളിപ്പെടുത്തും. നമ്മൾ സത്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, സത്യം നമ്മുടെ പക്കലാണ് ഉള്ളതെങ്കിൽ, ദൈവം നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യും? അതിന്റെ നീതി വെളിപ്പെടുത്തി തരും. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ശക്തിയുണ്ട് എന്നാണ് ആമേൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ കഴിയും, സഭയിൽ കൂട്ടായി പ്രാർത്ഥിക്കാൻ കഴിയും, കുടുംബത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. ആമേൻ ആമേൻ എല്ലാം പറ്റും. പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യമുണ്ട്. ആമേൻ വ്യക്തിപരമായും നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? നല്ല പ്രാർത്ഥനാ ജീവിതം വേണം. അങ്ങനെ ഉണ്ടാകുന്ന ചില വിഷയങ്ങളിൽ നമ്മളൊന്ന് വ്യക്തിപരമായിട്ട് ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കി ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? യേശു വ്യക്തിപരമായി പ്രാർത്ഥിച്ചില്ലേ? അപ്പസ്തോലന്മാർ വ്യക്തിപരമായി പ്രാർത്ഥിച്ചില്ലേ? മോശ വ്യക്തിപരമായി പ്രാർത്ഥിച്ചില്ലേ? ശമൂവേൽ വ്യക്തിപരമായി പ്രാർത്ഥിച്ചില്ലേ? എന്തിനു അതിനൊന്നും മറുപടി ലഭിച്ചില്ലേ? എല്ലാത്തിനും മറുപടി ലഭിച്ചു. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? മറുപടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? ഒരു പേഴ്സണൽ പ്രയർ ഉണ്ടാകണം. ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ഇന്ന് മുതൽ ഉണ്ടാകണം. അതില്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കഥകടച്ചിട്ട് സ്തോത്രം മൊബൈൽ ഓൺ ചെയ്ത് സ്തോത്രം ചാറ്റ് ചെയ്യല്ല, പിന്നെ മൊബൈലെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്തോത്രം പ്രാർത്ഥിക്കുകയാണ്. ആ സമയങ്ങളിൽ എന്ത് വേണ്ട? മൊബൈലുമായിട്ടൊരു ബന്ധവും പാടില്ല. ബാഹ്യമായ ഒരു ഇടപെടലുമില്ല. ആരുമായിട്ടാണ് ഇടപെടുന്നത്? ദൈവവുമായിട്ട്. സ്തോത്രം. ആരുമായിട്ട്? അങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കൂ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഒറ്റയ്ക്ക് ദൈവവുമായിട്ടിരിക്കും. ദൈവം നമ്മുടെ മുൻപിൽ, ദൈവ സാന്നിധ്യം നമ്മൾ ഇറങ്ങി വരും. സ്തോത്രം. നമ്മളെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, അവരുടെ പഠന വിഷയമാകട്ടെ, ജീവിത പങ്കാളിയുടെ വിഷയമാകട്ടെ, ജീവിത പങ്കാളിക്ക് സൗഖ്യമില്ലാതിരിക്കുന്ന വിഷയം. ചിലപ്പോൾ ജീവിത പങ്കാളി അല്പ പ്രാർത്ഥന കുറവുള്ള വ്യക്തിയായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു വിഷയമാകട്ടെ, കുടുംബത്തിന്റെ വിഷയമാകട്ടെ, മകന്റെ വിഷയമാകട്ടെ, അതുമായിട്ടൊന്ന് വ്യക്തിപരമായി ഒന്ന് കഥകടയ്ക്കൂ. ദൈവം എന്ത് ചെയ്യും? ചില മണിക്കൂറുകൾ ഒന്ന് ചെലവഴിക്കൂ. ചില സമയങ്ങൾ പോകട്ടെ, 30 മിനിറ്റ് ചെലവഴിക്കൂ. ദൈവം നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം. ഒരു ദിവസത്തിൽ ഒരു 30 മിനിറ്റ് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് കൊടുക്കൂ. ഞാൻ അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ ദൈവം എന്ത് ചെയ്യും? അത്ഭുതം ചെയ്യാൻ തുടങ്ങി. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ദൈവ സാന്നിധ്യം നമ്മിലേക്ക് കടന്നു വരും. സ്തോത്രം. ഇതൊരു പ്രധാന ഘടകമാണ്. ഒരു വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ആ നിലയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം, നമ്മളെന്ന ആത്മ മനുഷ്യനെ ദൈവം എന്ത് ചെയ്യും? പണിയും.
ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. അടുത്ത വ്യക്തിപരമായി പ്രാർത്ഥിച്ച ആളാണ് ഏലിയാവ്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 20-ാം വാക്യം. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. ഇത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. അപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ ആലോചന പ്രകാരം ആ പ്രാർത്ഥനയുടെ മറുപടി തന്റെ ഹൃദയത്തിൽ ലഭിച്ചപ്പോൾ, ദൈവം അവനോട് സംസാരിച്ചപ്പോൾ, ഏലിയാവ് ആ കുട്ടിയുടെ പുറത്ത് കയറി കിടന്നു. എത്ര വട്ടം കിടന്നു? 3 വട്ടം കിടന്നു. സ്തോത്രം. 3 വട്ടം കിടന്നിട്ട് ആ കുട്ടിയുടെ പുറത്ത് കിടന്നിട്ട് പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. കണ്ടോ? യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കേട്ടിട്ട് ആ കുട്ടിയുടെ പ്രാണൻ, അവന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ മടങ്ങി വന്നു. കുട്ടിയെ അവൻ ജീവിച്ചു. സ്തോത്രം. അപ്പോ ഒരു വ്യക്തിപരമായ ഒരു പ്രാർത്ഥന. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഒരു മരണാവസ്ഥയിലായിരിക്കുന്ന ഒരു വിഷയം, തലമുറയുടെ വിഷയമാകട്ടെ, ഭർത്താവിന്റെ വിഷയമാകട്ടെ, കുടുംബത്തിന്റെ വിഷയമാകട്ടെ, നിങ്ങൾ താഴത്ത് വായിക്കുകയാണോ? അത് കുടുംബത്തിന്റെ വിഷയമാകട്ടെ, സ്തോത്രം, മരണാവസ്ഥയിലായിരിക്കുന്ന ഏത് വിഷയമാകട്ടെ, ആ വിഷയത്തിന്റെ മേൽ നമ്മൾ വീണ വിശ്വാസത്തോടെ വീണിട്ട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ആര് മറുപടി തരും? ദൈവം മറുപടി തരും. എപ്പോ തരും? 2 വട്ടം കഴിഞ്ഞില്ല, അപ്പൊ തന്നെ മറുപടി തരും. വിശ്വസിക്കൂ. നീ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് എന്തുമായിട്ടാ? മറുപടിയുമായിട്ടാ. ഏലിയാവ് പ്രാർത്ഥിച്ചെഴുന്നേറ്റത് അവനെ മരണപ്പെട്ട മകനെ ജീവനോടെ അവനെ എടുത്തുകൊണ്ടാണ് എഴുന്നേറ്റത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അതിന്റെ പശ്ചാത്തലം എന്താന്ന് വെച്ചാൽ, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞോ മഴയോ പെയ്യുകയില്ല എന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ആര് പ്രസ്താവിച്ചു? ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു. ആഹാബിനെ ഭയന്ന് കെരീത്ത് തോട്ടിൽ പാർക്കുകയായിരുന്നു ഏലിയാവ്. കെരീത്ത് തോട്ടിൽ കാക്ക ഏലിയാവിന് അപ്പം കൊണ്ടു കൊടുത്തു. അപ്പവും വെള്ളവും കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ പൊടുന്നനെ വരൾച്ച, മഴയൊന്നുമില്ലല്ലോ, കെരീത്ത് തോട് വറ്റിപ്പോയി. കാക്കയുടെ വരവ് നിന്നു. സ്തോത്രം. അതിന്റെ അർത്ഥം അപ്പ എവിടുന്നാണോ കൊണ്ടുവന്ന അവിടെയും എന്തോ സംഭവിച്ചു? ക്ഷാമം ഉണ്ടായി. അധികം അവിടെ ഭക്ഷണം ഇല്ലാതായതുകൊണ്ടാണ് കാക്കയ്ക്കും ഭക്ഷണം ലഭിക്കാതിരുന്നത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇനി നീ ഇവിടെ ഇരുന്നാൽ ചത്തുപോകും, അതുകൊണ്ട് നീ ഒരു സ്ഥലത്തേക്ക് പോക. അങ്ങനെ സാരാഫത്തിലെ വിധവയുടെ അടുക്കൽ ആരെത്തുന്നു? ഏലിയാവെത്തുന്നു എത്തുകയാണ്. ആമേൻ. നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. 8-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാൽ. 17-ന്റെ 8 മുതൽ ഒന്ന് വായിക്കും. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരെഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരെഫാത്തിലേക്ക് പോയി. അങ്ങനെ അവൻ എഴുന്നേറ്റ് എവിടെ പോയി? സാരെഫാത്തിലേക്ക് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുക. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുക. അവൻ അവളെ വിളിച്ചു. അവൻ അവളെ വിളിച്ചു. എനിക്ക് കുടിക്കാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരേണം. ആമേൻ. സഹോദരി, ആമേൻ. എനിക്ക് കുടിക്കാൻ ദാഹിക്കുന്നു, എനിക്ക് കുടിക്കാൻ അപ്പ വെള്ളം കൊണ്ട് വരണമേ എന്ന് പറഞ്ഞു. വെള്ളമല്ലേ ചോദിച്ചത്, കൊടുക്കാം എന്ന് വിചാരിച്ച് ഈ സ്ത്രീ അകത്തോട്ട് നടക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? ഒരു കഷ്ണം അപ്പവും കൂടെ വെള്ളം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഒരു കഷ്ണം അപ്പവും കൂടി കൊണ്ടുവരണം കേട്ടോ. നമ്മളെ അല്ല നിക്കട്ടെ,
നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ലേ, പണ്ട് ചില ആളുകൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അമ്മ അല്പം കഞ്ഞിവെള്ളം തരണം അമ്മ. അപ്പൊ കഞ്ഞിവെള്ളം എടുക്കാൻ നമ്മൾ പോകുമ്പോൾ പിച്ചക്കാരൻ പറയും, ആ എടുക്കുന്ന കൂട്ടത്തില് ഒരു കറി പറ്റും കൂടെ ഇല്ലമ്മ, അല്പം ചോറും കൂടെ അതിനകത്ത് ഇട്ടേരമ്മ എന്ന് പറയും. സ്തോത്രം എന്ന് പറഞ്ഞതുപോലെയാണ് ഏലിയാവ് പറഞ്ഞത്. എന്ത് സ്തോത്രം? വെള്ളം എടുക്കാൻ പോയപ്പോൾ തിരിച്ചു വരുമ്പോ വെള്ളം മാത്രമല്ല രക്തം അടകൂടി എനിക്ക് കൊണ്ടുവരണം. സ്തോത്രം. വായിച്ചത്. അവൻ അവളോട് വിളിച്ചു, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ ഒരല്പ എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പറക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി. അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു. സ്തോത്രം. ആമേൻ. അപ്പൊ ദൈവം ഏലിയാവിനെ അയക്കുന്നത് എന്താണ്? ഒരു വിധവയെ വിടിവിക്കാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. മരിക്കാൻ ആഗ്രഹിച്ച, ഇനി ഒരു നിവൃത്തിയും ഇല്ലാതിരിക്കുന്ന, മരണം മാത്രം മുന്നിൽ കണ്ടത് വിധവയെ വിടിവിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യാണ്? ഏലിയാവിനെ അങ്ങോട്ട് അയക്കുകയാണ്. സ്തോത്രം. അവരൊരു ഭക്തയായ സ്ത്രീ ആയതുകൊണ്ടാണ് ആരെ തിരിച്ചറിഞ്ഞത്? ഏലിയാവിനെ തിരിച്ചറിഞ്ഞത്. സ്തോത്രം. അതാ പറഞ്ഞ് നിന്റെ ദൈവമായ യഹോവയാണ് എന്റെ കലത്തില് അല്പമാവും എണ്ണയും അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ കഴിച്ചിട്ട് മരിക്കാനിരിക്കയാകുന്നു. സ്തോത്രം. ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവം എന്താണ്? ആമേൻ. മരണത്തെ മാറ്റിക്കളയുന്ന ദൈവമാണ്. അവളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. ആമേൻ. നീ ഭയപ്പെടേണ്ട, നീ പറഞ്ഞതുപോലെ ആ മാവ് നീ എടുക്കണം. എടുത്തിട്ട് ഒരു അര ഉണ്ടാക്കി എനിക്ക്, അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം. നീ അതുപോലെ അനുസരിച്ചാൽ മതി. ആമേൻ. സ്തോത്രം. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. അപ്പൊ ആദ്യം നീ എന്ത് ചെയ്യണം? ആമേൻ. ദൈവദാസനെ നീ എന്ത് ചെയ്യണം? നീ ഒരു അര ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്ക്, എനിക്ക് നീ കൊണ്ടുവന്ന് താ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവരത് അനുസരിച്ചാൽ എന്ത് സംഭവിക്കും? അവരുടെ ജീവിതത്തില് ഒരിക്കലും പറ്റാത്ത ഒരു ഉറവ ദൈവം എന്ത് തുറക്കും. അത് ദൈവത്തിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സ്തോത്രം. അത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, സ്തോത്രം, അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമുക്കുള്ള കഴിവ്, നമുക്കുള്ളത് അല്പം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന് കൊടുക്കാം. സ്തോത്രം. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ താലന്ത്, എനിക്ക് തന്നിരിക്കുന്ന ഈ കഴിവ് ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യും? കൊടുക്കും. എന്നാൽ അങ്ങനെ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? നീ അനുഗ്രഹിക്കപ്പെടും, നീ വർദ്ധിച്ചു വരും, നിന്റെ കുടുംബത്തിൽ എന്തുണ്ടാകും? വർദ്ധനവുണ്ടാകും, നിന്റെ തലമുറ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. പാട്ടുപാടാൻ കഴിവുള്ളവർ എന്ത് ചെയ്യണം? നല്ലതുപോലെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പാടണം. ആമേൻ. പറയാൻ കഴിവുള്ളവർ എന്ത് ചെയ്യണം? നല്ലതുപോലെ ദൈവസന്നിധിയിൽ വചനം പറയണം. സ്തോത്രം. സുവിശേഷം പറയാൻ കഴിവുള്ളവർ എന്ത് ചെയ്യണം? നല്ലതുപോലെ സുവിശേഷം പറയണം. പ്രാർത്ഥിക്കാൻ കഴിവുള്ളവർ എന്ത് ചെയ്യണം? ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് നമ്മൾ സമയം കൊടുക്കാം, നമ്മൾക്കൊരു വർധനവുണ്ടാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. വായിച്ചോ. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല. ആമേൻ. കലത്തിലെ മാവ് എന്ത് ചെയ്യത്തില്ല? തീർന്നു പോകത്തില്ല. ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല. ആമേൻ. ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല. ഇതാരാ പറഞ്ഞത്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ദൈവമാ പറഞ്ഞത്. ദൈവം ആരിലൂടെ സംസാരിക്കുകയാണ്? ഏലിയാവിലൂടെ സംസാരിക്കുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങളൊരു ദൈവവചനം എടുത്തിട്ട് ഈ വചനപ്രകാരം എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, എന്റെ തലമുറയിൽ സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയില്, നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ഈ വചനം എടുത്തിട്ട് നിങ്ങൾ പറയുകയാണ്, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഞാൻ എന്റെ തലമുറ ഇങ്ങനെയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. സ്തോത്രം. വചനം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ഏലിയാവ് പ്രസ്താവിച്ചത് ഏലിയാവിന്റെ വാക്കല്ല, പിന്നെയോ ദൈവത്തിന്റെ വചനമാണ് അവിടെ പ്രസ്താവിച്ചത്. സ്തോത്രം. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അന്നേരം
കണ്ടോ? അവൾ മാത്രമല്ല, അവളും മകനും മരിക്കാനിരുന്നത്, അവളുടെ വീട്ടുകാരുണ്ട് അപ്പുറത്ത്. അവരെല്ലാവരും ആമേൻ അഹോവൃത്തി കഴിച്ച് ജീവിച്ചു. ഒരല്പം മാവ് കൊടുത്തതിന് അല്പം എണ്ണ എടുത്ത് ഒരട ഉണ്ടാക്കിയതിന്റെ പ്രത്യുപകാരമായി ദൈവം എന്ത് ചെയ്തു? ക്ഷാമത്തെ അവരുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ എന്ത് ചെയ്യും? തുളച്ചു മാറ്റും. എന്ത്? ആമേൻ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നാം എന്ത് ചെയ്യും? ദൈവത്തിനായി ചെലവഴിക്കുമ്പോൾ. സ്തോത്രം. നമ്മുടെ ഉള്ളിലെ ദാരിദ്ര്യത്തെ, നമ്മുടെ ഭവനത്തിലെ ദാരിദ്ര്യത്തെ എന്ത് ചെയ്യും? ദൈവം തുളച്ചു മാറ്റുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ആമേ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ പോലെ കൂടി വരുന്നവരിൽ നിന്ന് കമ്മലും മാലയും അരിഞ്ഞാണോ ഒന്നും അവയെ പറഞ്ഞ് ഊരി മേടിക്കരുത്. സ്തോത്രം. അങ്ങനെ മേടിക്കുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കഴുത്തിൽ കിടക്കുന്ന 5 പവന്റെ മാല അവൻ എനിക്ക് ഇപ്പൊ തന്നില്ലെങ്കിൽ അവൻ നീ അങ്ങോട്ട് പോകുമ്പോൾ അവൻ നിന്റെ കാര്യം തീരും എന്ന് പറഞ്ഞ് വിരട്ടി മാല മേടിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നത് നമുക്ക് ചെയ്യാം. ഒരു നിർബന്ധിത വിഷയമൊന്നുമല്ല ഇക്കാര്യത്തിൽ. അമ്മ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഹൃദയത്തിൽ തോന്നുന്നതാണ് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേ. വായിച്ചാട്ടെ അടുത്ത വാക്യം. ആമേൻ. ഏലിയാവ് ദൈവം പറഞ്ഞ ആമേ അത് പ്രകാരം എന്ത് ചെയ്തില്ല? കലത്തില് മാവ് കുറഞ്ഞു പോയില്ല, പോയതുമില്ല. ആമേൻ. ഇത് ഒരു അത്ഭുതം. ദൈവദാസൻ ഒരു വീട്ടിൽ വന്ന ഒരു അത്ഭുതം നടന്നപ്പോൾ ക്ഷാമത്തിൽ, അതായത് ഇവരുടെ പ്രാണനെ കൊണ്ടുപോകാൻ പിശാചി കാത്തിരിക്കുകയായിരുന്നു. ഈ അമ്മയും മകനെ കൊല്ലാൻ കാത്തിരിക്കുകയായിരുന്നു, കൊണ്ടുപോകാൻ, നരകത്തിൽ കൊണ്ടുപോകാൻ കാത്തിരിക്കുകയായിരുന്നു പിശാചി. അപ്പോഴാണ് ദൈവം ആരെ അയക്കുന്നത്? വിധവയുടെ വീട്ടിൽ ഏലിയാവിനെ അയക്കുന്നത്. അപ്പൊ മരണദൂതൻ മാറിപ്പോകേണ്ടി വന്നു, അവർക്ക് മരിക്കേണ്ടി വന്നില്ല. പക്ഷേ ഈ പിശാച് ആരെ ബാധിച്ചു? ഈ പിശാച് ഈ വിധവയുടെ മകനെ ബാധിച്ചു, രോഗമായി ബാധിച്ചു. അവൻ മരണപ്പെട്ടു. അവന്റെ പ്രാണൻ ആര് കൊണ്ടുപോയി? പിശാച് കൊണ്ടുപോയി. അവൻ എന്നാൽ എന്താണ്? ദൈവം അവനെ ഏലിയാവിനെ ലഭിക്കാൻ അനുവദിക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്താ പറയുന്നത്? വായിച്ചത്. അവൻ വീണ കടുത്തിട്ട് എന്ത് ചെയ്തു? അകത്തോട്ട് വലിച്ച ശ്വാസം പിന്നെ പുറത്തോട്ട് വന്നില്ല. അവൻ മരണപ്പെടുവാനിടയായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഏലിയാവോട് സ്തോത്രം. അല്ലേ? അവൻ ഇങ്ങനെ ഇത്രയും പ്രാർത്ഥന നടത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അനർത്ഥം വരുവാൻ, ആര് മരിക്കാൻ വേണ്ടിയാണോ ഇവിടെ നിങ്ങൾ പ്രാർത്ഥന നടത്തിയത്, നിങ്ങളോട് വന്നത് എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായി. വായിച്ചോ. അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? ആമേൻ. എന്റെ പാപം ഓർപ്പിക്കേണ്ടതിന് എന്റെ മകനെ കൊല്ലേണ്ടതിനുമാണോ നീ എന്റെ അടുക്കൽ വന്നത്? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിധവയായ സ്ത്രീ പാപം ചെയ്തിട്ടുണ്ട്. എന്താ? പാപം ചെയ്തിട്ടുണ്ട്. അതാണ് അവൾ പറയുന്നത്. അയ്യോ ദൈവപുരുഷനെ, എന്റെ മകൻ ഇങ്ങനെ മരിക്കാൻ കാരണം. സ്തോത്രം. അവർക്ക് തോന്നിയത് എന്താണ്? ഞാൻ പാപം ചെയ്തതാണ് അവന്റെ മരണത്തിന് കാരണം. നീ പാപം ചെയ്തപ്പോൾ ആർക്ക് മറവായിരുന്നില്ല? ദൈവത്തിന് മറവായിരുന്നില്ല. ദൈവമേ, ഇതെന്നെ ഓർപ്പിക്കാനാണോ ആമേൻ ഇങ്ങനെ സംഭവിച്ചത്? പറയട്ടെ, അവളത് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അവൾ ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ട്. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമെന്ന് അവൾ അവിടെ നിലവിളിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയാണ് ദൈവം കേട്ടു. സ്തോത്രം. അവൾ അങ്ങനെ അനുഭവിച്ചപ്പോൾ ഏലിയാവിന്റെ പേരിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. 3 പ്രാവശ്യം മരണപ്പെട്ട മകന്റെ മേൽ അവൻ കിടന്നിട്ട് ഇപ്രകാരം പറയുവാൻ ഇടയായി. എങ്ങനെയാണ് പറഞ്ഞത്? കറണ്ട് വീണ്, എന്റെ ദൈവമായ യഹോവേ, ആമേൻ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. ക്ഷണത്തിൽ എന്ത് ചെയ്തു? അവന്റെ ജീവൻ മടങ്ങി വന്നു. അവൻ ജീവനുള്ളവനായി എഴുന്നേറ്റു. പറയട്ടെ, ആമേൻ.
ഇവർക്ക് എന്ത് പറ്റു? പാപമോചനം ലഭിച്ചു. ആർക്ക്? ഈ വിധവയായ സ്ത്രീക്ക് എന്ത് ലഭിച്ചു? അവൾ പാപത്തിൽ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം അവളെ വിടുവിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അവളുടെ പുത്രന്റെ മരണത്താൽ ആർക്ക് രക്ഷ വന്നു? ഈ വിധവയ്ക്ക് രക്ഷ വന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്താൽ പിതാവായ ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ നമുക്ക് എന്ത് വന്നു? രക്ഷ വന്നു. നമുക്ക് പാപമോചനം ലഭിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകൂട്ടി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ വിരോധ കൽപ്പനയിൽ സംസാരിച്ചു. ആമേൻ. ദൈവത്തിന് അങ്ങയുടെ സ്തോത്രം. ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയെ, ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കാൻ, അല്ലെ? 6:10 ദാനിയേൽ 6:10. ആമേൻ. ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരെ ആരാധിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ദാനിയേലിന് എന്തുണ്ട്? ഒരു പ്രമാണമുണ്ടായിരുന്നു. അവൻ സത്യദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. അവനായിരുന്ന മുറിയുടെ വാതിൽ തുറന്നിട്ട് യെരൂശലേമിന് നേരെ മുഖം തിരിച്ച് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പിശാച് ഒരുക്കിയ ഒരു തന്ത്രമുണ്ടായിരുന്നു. രാജാവിന്റെ അടുക്കൽ നിന്ന് ഇത്ര നാളത്തേക്ക് രാജാവിനോടല്ലാതെ ആരും പ്രാർത്ഥിക്കരുത് എന്ന ഒരു നിയമം അവിടെ ഉണ്ടാക്കി. മനുഷ്യരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തില്ല? വ്യവസ്ഥയില്ല. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലും അത് പറയുന്നുണ്ടല്ലോ, വിഗ്രഹങ്ങളെ സേവിക്കുന്നവരും അതിൽ ആശ്രയിക്കുന്നവരും ഒക്കെ ലജ്ജിച്ചു പോകുമെന്ന്. ഇന്ന് മനുഷ്യ ദൈവങ്ങൾ അനേകം ഈ ലോകത്തിലുണ്ട്. നമ്മുടെ കേരളത്തിലും മനുഷ്യ ദൈവങ്ങളുണ്ട്. മാതാമൃതാനന്ദമയി എന്ന് പറയുന്നത് ഒരു മനുഷ്യ ദൈവമാണ്. മനുഷ്യരായി ജനിച്ചവരാരും തന്നെ എന്തല്ല? സ്തോത്രം. ജലത്തിൽ നിന്ന് ഒരു അപ്പന്റെ അമ്മയുടെയും ഇഷ്ടത്താൽ ജനിച്ചതൊന്നും എന്തല്ല? ദൈവമല്ല. പാപത്തിൽ പറന്നവരാണ്. എന്നാൽ യേശുവിന്റെ ജനനം അങ്ങനല്ല. യേശു സ്തോത്രം പാപമില്ലാത്തവനാണ്. മനുഷ്യന്റെ ഇഷ്ടത്താൽ ജനിച്ചവനല്ല, ജലത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ചവനല്ല. യേശു മാത്രമാണ് ദൈവം. ആരാണ്? യേശു മാത്രമാണ് ദൈവം. സ്തോത്രം. അപ്പൊ ദാനിയേലിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന അത് ഇഷ്ടപ്പെടാത്ത പിശാച് എന്ത് ചെയ്തു? ദാനിയേലിനെ ചുങ്കക്കുഴിയിലിട്ടു. പക്ഷേ ദാനിയേലിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവയെ സിംഹങ്ങളുടെ വായ ആരടച്ചു? ദൈവം അടച്ചു. വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്തോത്രം, നമ്മുടെ നേരെ നമ്മൾ അറിയാതെ വായ് വിളർന്നു വരുന്ന സിംഹത്തിന്റെ വായെ നാം അറിയാതെ തന്നെ ദൈവം എന്ത് ചെയ്യും? അടയ്ക്കും. എന്തുകൊണ്ട്? നിനക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഉണർന്നിരിപ്പിൻ, നിർമ്മലരായിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അതിരുന്ന സിംഹം എന്ന കണക്കെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. സ്തോത്രം. സ്തോത്രം. വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈ ഒരു സിംഹത്തിനും ഈ വ്യാജ സിംഹങ്ങൾക്ക് നമ്മെ വിഴുകുവാൻ കഴിയുകയില്ല. സ്തോത്രം. ദാനിയേലിന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതമാണ് ആ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഫലമാണ് സിംഹക്കുഴിയിൽ കണ്ടത്. പ്രാർത്ഥിക്കുന്നവനെ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവനെ തൊടുവാൻ ഒരു പിശാചിനും പൈശാചിക ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് കൊണ്ടുവരണം? തിരക്കുണ്ട്, അല്ലേ? നമുക്ക് തിരക്കുണ്ട്. മക്കളെ പഠിപ്പിക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, നമ്മൾ സ്തോത്ര ജോലി ചെയ്യുന്ന മടങ്ങി വരുന്നത്. പക്ഷേ ഒരു 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് വ്യക്തിപരമായി മുറിയിലേക്ക് കയറണം ജോലി. സ്തോത്രം. വ്യക്തിപരമായ പ്രാർത്ഥന വേണം മോളെ. സ്തോത്രം. അത് നമ്മുടെ അവസ്ഥകളെ മാറ്റും, സ്ഥിതികളെ മാറ്റും. നിന്റെ നല്ല അഭിഷേകമാണ് നിന്നിൽ വ്യാപരിക്കുന്നത്, ശക്തിയേറിയ അഭിഷേകമാണ് നിന്നിലുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? വ്യക്തിപരമായ ഒരു ജീവിതം, പ്രാർത്ഥന വേണം. വ്യക്തിപരമായ പ്രാർത്ഥന വേണോ? വേണ്ട? വേണം. തീരുമാനിക്കണം. സ്തോത്രം. മോളെ സ്തോത്രം. ജോലി ആ ജോലിയോട് പറയാ മോള് മെഡിസിൻ പഠിക്കുന്നു, മോൾക്ക് സ്തോത്രം മുന്നോട്ട് പോകുവാൻ, ഒരു ഡോക്ടറായിട്ട് ഇറങ്ങി വരുവാൻ മോൾക്ക് എന്ത് വേണം? സ്തോത്രം. മോൾക്ക് എന്ത് വേണം? വ്യക്തിപരമായ പ്രാർത്ഥന വേണം മോളെ. അങ്കിള് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നിന്റെ അമ്മ പ്രാർത്ഥിക്കും, നിന്റെ അപ്പം പ്രാർത്ഥിക്കും, സഹോദരൻ പ്രാർത്ഥിക്കും. അതിനപ്പുറമായി മോൾക്ക് എന്ത് വേണം? വ്യക്തിപരമായ ഒരു പ്രാർത്ഥന വേണം മോളെ.
അതൊരു 15 മിനിറ്റ് സമയം കൂട്ടുകാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാറിയിരുന്ന് ആമേ സ്തോത്രം ഒരൽപ്പം വചനം ധ്യാനിച്ചിട്ട് പ്രാർത്ഥിക്കുക. നിനക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ദൈവത്തോട് പറയുക. ദൈവം നിനക്കത് മനസ്സിലാകും. നിന്റെ പ്രാർത്ഥനയുടെ ഫലം ആമേൻ. പിന്നെ നിനക്കത് എളുപ്പമാകുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന്. സ്തോത്രം സ്തോത്രം സ്തോത്രം. മോളെ, നമ്മുടെ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഫലിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. സ്തോത്രം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പൊ ഈ പതുക്കെ പ്രാർത്ഥിച്ച ആള് ദൈവം പതുക്കെ പ്രാർത്ഥിച്ചാലും കേൾക്കുമെന്ന് പറഞ്ഞ ആള് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാ പോരെ. ഇങ്ങോട്ട് വന്ന് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ പറയും. സ്തോത്രം. അപ്പൊ രഹസ്യത്തിൽ പ്രാർത്ഥനയുണ്ട്, പരസ്യമായിട്ടും പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. കൂട്ടായിട്ടും പ്രാർത്ഥനയുണ്ട്. എല്ലാത്തരം പ്രാർത്ഥനകൾ ഉണ്ട്. എല്ലാത്തരം പ്രാർത്ഥനയിലും നമ്മൾ പങ്കാളിയാകണം. അവിടെയാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ പൈതലായിട്ട് ദൈവം നമ്മളെ കൊണ്ട് നടക്കുന്നത്. അപ്പൊ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യമാണ്. സ്തോത്രം. ദൈവത്തിന് എന്തോ നമ്മോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? മുറി അടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. ചില ആൾക്കാർ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ കിടന്ന് നിങ്ങൾ കിടന്ന് ബഹളം നിൽക്കുന്നു, ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ ആരാധിക്കുന്നത് ഒക്കെ ചോദിക്കുന്നില്ലേ? നിങ്ങൾ വചനം വായിച്ചിട്ടില്ലേ പ്രാർത്ഥിക്കുന്നത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണമെന്ന്? അപ്പൊ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്? അവർക്ക് ആ വചനം മാത്രമേ അറിയത്തുള്ളൂ. ഈ ബാക്കി വചനങ്ങളൊന്നും അറിയത്തില്ല. ഉച്ചനാളമുള്ള കൈത്താളത്തോടും അത്യുച്ചനാളമുള്ള ശബ്ദത്തോടും ദൈവത്തെ ആരാധിക്കാൻ പറയുന്ന വാക്യമൊന്നും അവർക്ക് അറിയത്തില്ല. സ്തോത്രം. അപ്പൊ നമ്മളെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ് എന്താണ്? രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. ആമേൻ. രഹസ്യത്തിൽ തന്നെ പിതാവ് നമുക്ക് എന്ത് ചെയ്യും? മറുപടി തരും. സ്തോത്രം. അപ്പൊ പത്രോസ് രഹസ്യത്തിൽ എന്ത് ചെയ്തു? വെണ്ണാളത്തിൽ കയറി പ്രാർത്ഥിച്ചില്ലേ? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 9-ാം വാക്യത്തിലുണ്ട്. ആ പ്രാർത്ഥനയുടെ മറുപടി ദൈവം കൊടുത്തില്ലേ? കൊടുത്തു. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ കൊർന്നേലിയോസ് പ്രാർത്ഥിക്കുന്നു. കൊർന്നേലിയോസ് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ എന്റെ അടുക്കൽ വന്നു, നിന്നെ വയ്ക്കാൻ പറഞ്ഞു. സ്തോത്രം. അപ്പൊ കൊർന്നേലിയോസ് വ്യക്തിപരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുത്തു. പത്രോസ് വ്യക്തിപരമായി പ്രാർത്ഥിച്ച മറുപടിക്ക് എന്ത് കൊടുത്തു? മറുപടി കൊടുത്തു. സ്തോത്രം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് എന്ത് ലഭിക്കും? മറുപടി ലഭിക്കും. സ്തോത്രം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മാറട്ടെ. സ്തോത്രം. എന്നെ കൊണ്ട് ഇത് പറയിക്കുന്നത്, ദൈവം ഇത് പറയിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യതിയാനം വരാൻ വേണ്ടിയാണ്. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുകൾ വെച്ച് പ്രാർത്ഥിക്കാം.